നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയുകയാണ് തന്റെ വകുപ്പിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി ഒരാളെ നിയമിച്ചത് താൻ അറിഞ്ഞിട്ടില്ലെന്ന്. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്ന്. നമ്മുടെ ഭരണ സംവിധാനത്തിൽ ശരിക്കും അങ്ങനെ സംഭവിക്കുമോ? ഒരു മന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് നിയമനം നടത്താൻ കഴിയുമോ? ഇല്ല എന്ന് നടപടിക്രമങ്ങൾ അറിയുന്ന ആരും പറയും. സെക്രട്ടേറിയറ്റിലെ ബിസിനസ് റൂൾ പ്രകാരം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയം സംബന്ധിച്ച് ഫയൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത് വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെ നൽകി കഴിഞ്ഞാൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക എന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവുമായി തിരികെ വരുന്ന ഫയലും വകുപ്പ് മന്ത്രി വഴിയാണ് വകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തുക. തുടർന്ന് ഡെപ്യൂട്ടി സെക്രട്ടറിയോ അതിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ ക്യാബിനറ്റ് നോട്ട് തയ്യാറാക്കും. അത് വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കും. ചീഫ് സെക്രട്ടറി തിരുത്തലുകൾ നിർദ്ദേശിച്ചാൽ അത് വീണ്ടും വകുപ്പിൽ തിരികെ എത്തും. തിരുത്തലുകൾ വരുത്തിയ കുറിപ്പ് വീണ്ടും ഒരിക്കൽ കൂടി ചീഫ് സെക്രട്ടറി വഴി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെത്തും. അംഗീകരിക്കപ്പെട്ട ക്യാബിനറ്റ് നോട്ട് ഇംഗ്ലീഷിലുള്ള 5 പകർപ്പുകളും മലയാളത്തിലുള്ള 35 പകർപ്പുകളുമായി വീണ്ടും ചീഫ് സെക്രട്ടറി വഴി വകുപ്പ് മന്ത്രി വഴി മുഖ്യമന്ത്രിക്ക് എത്തും. മന്ത്രിസഭാ യോഗത്തിന് 1-2 ദിവസം മുമ്പ് ക്യാബിനറ്റ് നോട്ടും അജണ്ട നോട്ടും സഹിതം ബന്ധപ്പെട്ട രേഖകൾ സീൽഡ് കവറിൽ അതീവ രഹസ്യമായി മന്ത്രിസഭയിലെ എല്ലാ വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസിലെത്തും. മന്ത്രിസഭ ആ വിഷയത്തിൽ തീരുമാനമെടുത്താൽ തീരുമാനത്തിന്റെ പകർപ്പിനവും തീയതിയും സഹിതം ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് വകുപ്പ് മന്ത്രിക്ക് തിരികെ നൽകും. തുടർന്ന് 48 മണിക്കൂറിനകം അതിൽ വകുപ്പ് സെക്രട്ടറി സ്വന്തം പേര് വെച്ച് ഉത്തരവിറക്കി ചീഫ് സെക്രട്ടറിക്ക് പകർപ്പ് നൽകണം. പക്ഷേ അപ്രകാരം ഉത്തരവിറക്കുന്നതിന് മുൻപ് ഫയൽ വീണ്ടും വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും. ഇതാണ് നിയമം. വകുപ്പ് മന്ത്രി അറിയാതെ ഒരു മന്ത്രിസഭാ തീരുമാനവും ഉണ്ടാകാൻ പാടില്ല. അത്യന്തം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം മന്ത്രിസഭയുടെ മുൻപിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം പരിഗണിച്ച് തീരുമാനമെടുക്കാം. എന്നാൽ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്യാതെ അങ്ങനെ ചെയ്യാറില്ല. ഇതാണ് നടപടിക്രമം എന്നിരിക്കെ തന്റെ വകുപ്പിൽ നടന്ന നിയമനം താൻ അറിഞ്ഞില്ലെന്ന കെ മുരളീധരന്റെ വാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? സംശയിക്കേണ്ട, പച്ചക്കള്ളം. വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നിയമനമാണെന്ന് പകൽ പോലെ വ്യക്തം. താൻ അറിഞ്ഞിട്ടില്ലെന്ന വാദം ജനങ്ങളെ പറ്റിക്കാനാണെന്ന് വ്യക്തമാണ്.